ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കോടതിയുടെ വിധിയെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഹൈക്കോടതിയിലും എറണാകുളം ഡിസ്ട്രിക്ട് കോർട്ടിലും നമ്മുടെ ഹൈറിച്ചിൻ്റെ കേസ് ഒരേ ദിവസം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം എല്ലാം ഉണ്ടാകുന്ന പോലത്തെ ഒരു പ്രതിഭാസമാണ്. എല്ലാം ഒരേ ദിവസം തന്നെ എത്തിപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈറിച്ചോളികൾക്കൊക്കെ ഇന്നലെ മുതലേ ഭയങ്കര പ്രതീക്ഷയായിരുന്നു, പ്രാർത്ഥനയിലായിരുന്നു. നമ്മുടെ ദൈവത്തിന് ജാമ്യം കിട്ടണേ, നമ്മുടെ കേസ്, നമ്മുടെ കമ്പനിക്കെതിരെയുള്ള കേസുകളൊക്കെ തള്ളിപ്പോണേ എന്നുള്ള പ്രാർത്ഥനയിലും ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു ഹൈറിച്ചോളികൾ എല്ലാവരും തന്നെ. എന്നാൽ വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്നത്. കേസ് കോടതിയിലെത്തുന്നതിന് മുമ്പേ തന്നെ ഈ കേസിനെ കുറിച്ചുള്ള ചർച്ചയിൽ തന്നെ നമ്മുടെ മുതിർന്ന അഭിഭാഷകൻ എസ് രാജീവ് ഈ കേസുമായിട്ട് വിയോജിപ്പ് പറയുകയും ഈ കേസിനെ കുറിച്ചുള്ള അതിപ്രധാനമായ ഒരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ ബെയിൽ അപ്ലിക്കേഷൻ ഇന്ന് EDയുടെ കോർട്ടിൽ ഉണ്ട് എന്ന കാര്യം അദ്ദേഹം അറിയുകയും, അതിനാൽ തന്നെ ഇന്ന് ഈ കമ്പനിയെക്കുറിച്ച് വാദിക്കുന്നത് ബുദ്ധിമോശം ആവും എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ന് ഈ കേസ് വാദിക്കാൻ സാധിക്കില്ല എന്നും ബെയിൽ അപ്ലിക്കേഷൻ്റെ ഗതി എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ഈ കമ്പനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ കമ്പനിക്ക് വേണ്ടി വാദിക്കാം എന്നുള്ള നിലപാട് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ EDയുടെ കോർട്ടിൽ എന്ത് സംഭവിക്കും എന്നതിനെ അനുസരിച്ചായിരിക്കും പ്രമുഖ അല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകൻ്റെ ഈ കേസുമായുള്ള സഹകരണം എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും EDയുടെ കേസ് അല്ലെങ്കിൽ ശ്രീനാഥ് പ്രതാപനും ഇന്ന് ജാമ്യം നിഷേധിക്കുമോ, അല്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങൾ ശ്രീനാഥ് പ്രതാപനും ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ തലയിൽ മുണ്ടിട്ട് ഓട്ടോയിൽ വന്നിറങ്ങി അറസ്റ്റ് വരിക്കുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അപ്പോൾ EDയുടെ കോർട്ടിൽ നിന്നുള്ള കാര്യങ്ങൾ അടുത്ത നിമിഷം തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും ഇവർ പൊക്കിക്കൊണ്ടുവന്ന അഡ്വക്കേറ്റിനും എസ് രാജീവിൻ അവർക്കും ഈ കമ്പനി ഇത്രയും നെറികെട്ട അല്ലെങ്കിൽ നാണം കെട്ട നമ്പർ 1 തട്ടിപ്പ് സംഘത്തിൻ്റെ ഒരു കമ്പനിയാണെന്നും ഇവരുടെ പ്രൊജക്റ്റുകളെല്ലാം തന്നെ ആൾക്കാരെ പറ്റിക്കാനുള്ളതാണെന്നും എന്നുള്ള കാര്യം അദ്ദേഹത്തിനും ബോധ്യമായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനി ഈ കേസിനെ കുറിച്ച് യാതൊരുവിധ പ്രതീക്ഷയും നിങ്ങൾ ആരും തന്നെ വച്ച് പുലർത്തേണ്ട ആവശ്യമില്ല. അമിത പ്രതീക്ഷ കണ്ട് മക്കളെ കണ്ടും മാമ്പും കണ്ടും മോഹിക്കരുത് എന്ന് പറഞ്ഞ പോലെ ഈ ഒരു കേസ് കണ്ടിട്ടൊന്നും നിങ്ങൾ ആരും തന്നെ ഈ കമ്പനി തിരിച്ചു വരുമെന്നോ നിങ്ങളുടെ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടുമെന്നോ നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. അതിനുള്ള മറ്റ് പോംവഴികൾ തേടുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏക കാര്യം. അപ്പോൾ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ബൈ.